മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് ഇഷ്ടപ്പെട്ട വ്യക്തി ഏത് ലോകത്താണെങ്കിലും അവിടെ എത്തും. ആ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ ആ ആത്മാവ് ഏതറ്റം വരെ പോകാൻ തയ്യാറായിരിക്കും. ഒരു കാലത്തെ കഥയാണ്. നരേന്ദ്രപൂർ എന്ന് പറയുന്ന പട്ടണമുണ്ടായിരുന്നു. ഒരു അനിയനും ചേട്ടനും ഉണ്ടായിരുന്നു. അനിയൻ ലക്ഷ്മണന്റെ കല്യാണം ഊർമിളയായിട്ട് നടന്നു. ഊർമിള ഇപ്പോൾ ഗർഭിണിയാണ്. എന്നാൽ 6 വർഷമായി കല്യാണം കഴിഞ്ഞ രമേശിന് കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു. രമേശിന്റെ ഭാര്യ ജാനകി നല്ലൊരു സ്ത്രീയായിരുന്നു. ഗർഭിണിയായ ഊർമിളേനെ സ്വന്തം അനിയത്തിയെ പോലെ നോക്കി പരിപാലിക്കുമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഊർമിള ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. ആ കുഞ്ഞിന്റെ പേര് സൗമ്യ എന്ന് വെച്ച് ആ കുഞ്ഞിനെ കൊഞ്ചിച്ചും നല്ല രീതിയിൽ തന്നെ വളർത്താൻ തുടങ്ങി. ശരിക്കും ഊർമിളയാണ് അവളുടെ അമ്മ. പക്ഷേ നോക്കിയത് മുഴുവനും ജാനകിയാണ്. ജാനകിക്ക് സൗമ്യയെ വിട്ടുപിരിയാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെ സൗമ്യയ്ക്ക് വല്യമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. വർഷങ്ങൾ നീങ്ങിപ്പോയി. ഇപ്പൊ സൗമ്യയ്ക്ക് 6 വയസ്സായി. എല്ലാ 12 വർഷങ്ങളിലും ഒരു പ്രാവശ്യം വരുന്ന അൽക്കാപുരി പുഷ്കർ നദിയിൽ പോവാൻ വേണ്ടി ജാനകി അവളുടെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. സൗമ്യയ്ക്കും ജാനകിയുടെ കൂടെ പോകണമെന്ന് വാശി പിടിച്ചു. വെറും 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. സ്കൂളിൽ പോയില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്റെ നാട്ടിലോട്ട് മൗയിലോട്ട് വാ എന്റെ കൂടെ. അങ്ങനെ സൗമ്യയും വല്യമ്മയുടെ കൂടെ മൗയിലോട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് അവര് നരേന്ദ്രപൂരിൽ തിരിച്ചെത്തി. കുറച്ചു നാളിന് ശേഷം ജാനകിയും ഗർഭിണിയായി. വല്യമ്മ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ സൗമ്യ ഒരു നേരം മാത്രം ആഹാരം കഴിക്കൂ. എല്ലാ ദിവസവും മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലുള്ള തുളസിത്തറയിൽ 108 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുമായിരുന്നു. വല്യമ്മയുടെ പ്രസവം സുഖപ്രസവമാവാൻ വേണ്ടി അവൾ 6 വയസ്സുള്ള കുട്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നുമായിരുന്നു. 9 മാസം കഴിഞ്ഞതിന് ശേഷം ജാനകിയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന്റെ പേര് കവിത എന്നിട്ട് ആ കുഞ്ഞിനെ നല്ല ചെല്ലത്തോടെ തന്നെ വളർത്താൻ തുടങ്ങി. കവിത ജനിച്ചിട്ട് പോലും സൗമ്യയോടുള്ള ഇഷ്ടം ജാനകിക്ക് കുറഞ്ഞില്ല. ഇപ്പോഴും നന്നായി തന്നെയാണ് സൗമ്യയെ നോക്കുന്നത്. വർഷങ്ങൾ നീണ്ടുപോയി. സൗമ്യയ്ക്ക് 18 വയസ്സായി. ജാനകിയുടെ ചേട്ടന്റെ മകൻ അഹം സുന്ദർ ഇടയ്ക്കിടയ്ക്ക് മൗയിൽ നിന്നും നരേന്ദ്രപൂർ വരുമായിരുന്നു. അമ്മായി, അച്ഛൻ ജന്മദിനത്തിനായിട്ട് മഞ്ഞളും കുങ്കുമവും സാരിയും തന്നിട്ടുണ്ട്, ഇതാ വെച്ചോളൂ. അഹം സുന്ദർ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. സൗമ്യയുടെ അടുത്തുള്ള സുഹൃത്ത് ബന്ധം അത് പ്രണയത്തിലെത്തി. സൗമ്യ ഈ കാര്യം വല്യമ്മോട് പറഞ്ഞു. സൗമ്യ മോളെ, എഹം സുന്ദർ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. നിന്റെ അച്ഛൻ അവനുമായിട്ട് കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. നിന്റെ അച്ഛൻ കുസുംപൂരിലെ വലിയ വീട്ടിലെ രവിയുടെ മോനെ കല്യാണം കഴിപ്പിക്കാനാണ് ഇരിക്കുന്നത്. ഞാൻ സമയം കിട്ടുന്ന പോലെ ഞാൻ നിന്റെ പ്രണയത്തിന്റെ കാര്യം അവനോട് പറയാം. അതുവരെ ഒന്ന് ശാന്തമായി നിൽക്ക്. വല്യമ്മ, എനിക്ക് അദ്ദേഹത്തെ തന്നെ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞ് അവൾ പോയി. കവിത അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കവിത സൗമ്യയിൽ നിന്നും 7 വയസ്സ് ചെറുതായിരുന്നു. പക്ഷെ അവൾ സൗമ്യനെ ചേച്ചിയായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. സൗമ്യയോട് അവൾക്ക് വെറുപ്പായിരുന്നു. കവിതയ്ക്ക് അവളുടെ അമ്മ അവളെക്കാളും കൂടുതൽ വേറെ ആരെയും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം സൗമ്യയും കവിതയും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ അഹം സുന്ദർ വന്നിരുന്നു. സൗമ്യ അഹം സുന്ദറിനോട് സംസാരിക്കുകയായിരുന്നു. കവിത അവിടെ കുളത്തിന്റെ അടുത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ട് സൗമ്യ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ വെള്ളത്തിന്റെ അടുത്ത് പോവരുതെന്ന്? വാ, ഇങ്ങോട്ട് എണീറ്റ് വാ. എന്തു പറ്റി സൗമ്യ? വെള്ളത്തിനടുത്തിരുന്നാൽ എന്ത് സംഭവിക്കാനാ? കവിതയുടെ ജാതകം നോക്കിയിട്ട് പൂജാരി പറഞ്ഞത് ഇവൾക്ക് വെള്ളത്തിന്റെ ദോഷമുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിന്റെ അടുത്ത് വിടാറില്ല. കവിതയുടെ മനസ്സിൽ അവർ രണ്ടുപേരെയും കണ്ട് വെറുപ്പ് കൂടി കൂടി വരികയായിരുന്നു. ചെറിയച്ഛന്റെ അടുത്ത് ഇവരുടെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ തന്നെ സൗമ്യനെ പണക്കാരന്റെ വീട്ടിൽ കല്യാണം കഴിപ്പിച്ചു വിടും. അവിടെയാണെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അവൾക്ക് കിട്ടും. രവിയുടെ മകനെ കല്യാണം കഴിച്ചാ ഇവള് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കില്ലേ? അങ്ങനെ ഇപ്പൊ ഇവള് സന്തോഷത്തോടെയും സുഖത്തോടെയും ഒന്നും ജീവിക്കേണ്ട ആരുടെയും വീട്ടില്. അതിനെന്താ ചെയ്യാ? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. അമ്പലത്തിന്റെ പുറകുവശത്തെ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും അവൾ ആരോ കരയുന്ന ശബ്ദം കേട്ടു.
അവിടെ ചെന്ന് നോക്കിയപ്പോൾ മെലിഞ്ഞിട്ട് കോലുപോലെ ഇരിക്കുന്ന ഒരു വയസ്സായ സ്ത്രീ വിശന്ന് വയ്യാതെ കിടക്കുകയായിരുന്നു. അവൾ അവർക്ക് പ്രസാദം എടുത്തു കൊടുത്തു. പ്രസാദം കഴിച്ചപ്പോഴേക്കും ആ വയസ്സായ സ്ത്രീക്ക് ഇത്തിരി ശക്തി കിട്ടി. നിനക്കെന്താ നിന്റെ ചേച്ചീനെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും വിഷമത്തിലും കാണണമെന്നുണ്ടോ? ആ വയസ്സായ സ്ത്രീ അവളുടെ മനസ്സിലെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പേടിച്ചുപോയി. അവൾ അവിടെ ഓടിപ്പോയി. വീട്ടിൽ ചെന്നിട്ട് അവൾ ആ വയസ്സായ സ്ത്രീ പറഞ്ഞ കാര്യം തന്നെ ഓർത്തു. നിനക്കെന്താ നിന്റെ ചേച്ചീനെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും വിഷമത്തിലും കാണണമെന്നുണ്ടോ? ആ വയസ്സായ സ്ത്രീക്ക് എങ്ങനെ എന്റെ മനസ്സിലെ കാര്യം മനസ്സിലായത്? ഇനി ആ സ്ത്രീക്ക് വല്ല ദിവ്യശക്തി ഉണ്ടോ? അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ ആരും അറിയാതെ അവൾ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഒരു സഞ്ചിയിലെടുത്ത് രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നുപോയി. അമ്പലത്തിന്റെ പുറകിലുള്ള വിജനമായ ഒരു തോട്ടത്തിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ അകത്ത് ചെന്ന് അവൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. അവൾ ആ സ്ത്രീയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ഒരു ചങ്ങലയിട്ട് കൂട്ടിയിരിക്കുകയായിരുന്നു. മുമ്പിൽ പല്ലുപോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്റെ മനസ്സിലെ കാര്യങ്ങൾ? എന്റെ പേര് കാലമുഖി എന്നാണ്. 1 മിനിറ്റ് വരെ എന്നോടൊരാൾ സംസാരിച്ച അവരുടെ മുഖം നോക്കി ഞാൻ അവരുടെ മനസ്സ് മനസ്സിലാക്കും. ഞാൻ ക്ഷുദ്ര പൂജയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവനും എൻ്റെ മുമ്പിലത്തെ പല്ല് പൊട്ടിച്ച് കളഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ മന്ത്രങ്ങൾ നന്നായി ഉച്ചാരണം ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടി ഗ്രാമത്തിലെ ആൾക്കാർ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. എന്നെ മുക്തിയാക്കൂ, ഞാൻ കാട്ടിലേക്ക് പൊക്കോളാം. ഞാൻ നിങ്ങളെ മുക്തിയാക്കിയ എനിക്കെന്താ ലാഭം? നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ചേച്ചീനെ കഷ്ടപ്പാടിലും ദുരന്തത്തിലും കൊണ്ടിടാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും കൂടോത്രം ചെയ്ത് അവളെ അങ്ങ് നമുക്ക് കൊന്നുകളയാം. അവള് മരിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? അവള് കഷ്ടപ്പെടുന്നതാണ് എനിക്ക് കാണേണ്ടത്. പക്ഷെ ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെങ്ങനെ മുക്തിയായതിനു ശേഷം എന്നെ പറ്റിച്ചാലോ? നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? നിന്റെ തലയിലെ മുടി എനിക്ക് തരൂ. കവിത അവളുടെ മുടി പറിച്ച് നേരെ വയസ്സായ സ്ത്രീക്ക് കൊടുത്തു. അവരതിനെ വായിലിട്ട് ചവച്ച് വിഴുങ്ങി. എന്നിട്ട് വായിൽ നിന്നും ഒരു മോതിരം തുപ്പി. ഈ മോതിരം കയ്യിൽ ഇട്ടോ. നിന്റെ അടുത്ത് ഈ മോതിരം ഇരിക്കുന്നത് വരെ നിനക്ക് വെള്ളത്തിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാവത്തില്ല. അല്ലെങ്കിലേ നിനക്ക് വെള്ളത്തിൻ്റെ ശാപമുള്ളതല്ലേ ചെറുപ്പം തൊട്ടേ. ഈ മോതിരം കൊണ്ട് നിന്റെ ആ ശാപവും മാറിക്കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നീ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. അവൾക്ക് ജലത്തിൽ നിന്നും ദോഷമുണ്ടെന്ന് ഇവർക്കെങ്ങനെ മനസ്സിലായി എന്ന് അത്ഭുതപ്പെട്ടു നിന്ന് അവൾ നേരെ പരീക്ഷിക്കാനായി ഇറങ്ങി. ആ മോതിരം അവൾ കയ്യിലണിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ കുളത്തിൽ അങ്ങിറങ്ങി. ധൈര്യത്തോടെ തന്നെ ആ വെള്ളത്തിൻ്റെ അകത്ത് അവൾ ഇരുന്നു. കുറേ നേരം ആ കുളത്തിൻ്റെ അകത്ത് ശ്വാസം മുട്ടാതെ തന്നെ അവൾക്കതിനകത്ത് ഇരിക്കാൻ പറ്റി. കവിതയ്ക്ക് ആ സ്ത്രീയെ പൂർണ്ണമായി വിശ്വാസമായി. അവളൊരു വലിയ കല്ലെടുത്ത് കാൽമുഖിയുടെ കാലിലുണ്ടായിരുന്ന വിലങ്ങ് തല്ലി പൊട്ടിച്ചു. നിങ്ങളുടെ അടുത്ത് നല്ല ശക്തിയില്ലേ, പിന്നെ എന്തുകൊണ്ടായി ഈ വിലങ്ങ് പൊട്ടിക്കാൻ പറ്റാത്തെ? അത് സാധാരണ വിലങ്ങൊന്നും അല്ല, ഭേദാളിന്റെ ശക്തി കൊണ്ടുണ്ടാക്കിയ വിലങ്ങുകളാണ്. അതിനെ എനിക്ക് കൈകൊണ്ട് തൊടാനൊന്നും പറ്റത്തില്ല. എന്റെ മന്ത്രശക്തികളൊന്നും അതിൽ ഫലിക്കത്തില്ല. അതിൽ മന്ത്രം ഇട്ടേക്കുന്ന സാധാരണ മന്ത്രവാദിനിയല്ല, മന്ത്രവാദിനി കാക്കിയാണ്. സൗമ്യനെ എല്ലാരും നന്നായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ആഗ്രഹം എന്നെ എല്ലാരും കൂടുതൽ സ്നേഹിക്കണം, റാണിയെ പോലെ നോക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാ. എന്നാ ഈ പൂവ് പിടിക്ക്, എന്നിട്ട് കൊണ്ടുപോയി ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യ്. അങ്ങനെ പറഞ്ഞ് അവൾ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം ആ വയസ്സായ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ കവിത ആ പൂവെടുത്ത് എണ്ണയിലിട്ട് സൗമ്യയുടെ അടുത്ത് ചെന്നു. ചേച്ചി വരൂ, ഈ എണ്ണ തലയിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാലേ നല്ല മുടി വളരും. ശരി, ഞാൻ കുളത്തിൽ മുങ്ങി കുളിക്കാം. പക്ഷെ നീ കുളത്തിന്റെ അടുത്ത് നിന്ന് കുളിച്ചാ മതി. രണ്ടുപേരും നദിയുടെ അടുത്തിരുന്ന് കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കവിത നദിയുടെ അടുത്തിരുന്ന് കുളിക്കുകയായിരുന്നു. തലയിൽ ആ എണ്ണ തേച്ച് ഒരു പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ നിന്റെ ചേച്ചി ആരാണെന്നോ അവളുടെ പേരെന്താണെന്നോ പോലും അവൾക്ക് ഓർമ്മ നിൽക്കില്ല. അവൾ എവിടെയെങ്കിലും ഇറങ്ങി പോകും അങ്ങോട്ട്. പിന്നീട് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പാവം പിടിച്ച സൗമ്യ ഇതൊന്നും അറിയാതെ അനിയത്തി കൊടുത്ത എണ്ണ തലേ തേച്ച്
ആ നദിയിൽ കുളിക്കാൻ തുടങ്ങി. അവൾ മുങ്ങി തുടങ്ങിയപ്പോൾ അവൾ കുറച്ചു കഴിഞ്ഞ് ബോധം കെട്ട് നദിയിൽ തന്നെ വീണുപോയി. കവിത മിണ്ടാതെ വീട്ടിലെത്തി. അവൾക്കാണെങ്കിൽ ഒന്നും അറിയില്ലാത്ത പോലെ നാട്ടിലെ എല്ലാവരും രാത്രിയായപ്പോൾ സൗമ്യനെ തപ്പി ഇറങ്ങി. ജാനകി അവക്കറിയുന്ന എല്ലാവരോടും പോയി ചോദിച്ചു. പക്ഷെ സൗമ്യനെ എവിടെയും കണ്ടെത്തിയില്ല. പക്ഷേ നദിയുടെ അടുത്ത് സൗമ്യയുടെ വസ്ത്രങ്ങളും സ്വർണങ്ങളും കിട്ടിയിരുന്നു. എല്ലാവരും കരുതിയത് നദിയിൽ കുളിക്കാൻ വന്ന സൗമ്യ ഒഴുക്കിൽ പെട്ടെന്ന് പോയെന്ന്. സൗമ്യയുടെ മരണവിവരം കേട്ട് വല്യമ്മ കിടപ്പിലായി. കവിതയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി അവളെ എല്ലാവരും രാജകുമാരിയെ പോലെ നോക്കുമല്ലോ. സൗമ്യയുടെ മരണത്തിന് ശേഷം ഹേംസുന്ദറിന് ഭ്രാന്ത് പിടിച്ചു. സൗമ്യ ഒരു നദിയുടെ അടുത്ത് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അതേ വഴി നടന്ന രമയ്ക്കും ദാമുവിനും സൗമ്യനെ കണ്ടു. അവർ കോട്ടാപ്പൂർ അവരുടെ ഗ്രാമത്തിലേക്ക് അവളെ കൊണ്ടുവന്നു. സൗമ്യയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവളോട് ചോദിക്കുന്നതിനൊക്കെ അവൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. ഈ കുട്ടിക്കാണെങ്കിൽ പേര് പോലും ഓർമ്മയില്ല. നമ്മളെന്തിനാ വയ്യാവേലി എടുത്ത് തലേ വെക്കുന്ന ഗ്രാമത്തലവനോട് പറയാം. ശരി, ഈ കുട്ടി ഒരു ജോലിക്കാരിയായി ഇവിടെ നിന്നോട്ടെ. നമുക്ക് ഇവൾക്ക് ഭക്ഷണം കൊടുക്കാം. നമ്മുടെ മകൾ രൂപയുടെ കൂടെ താമസിച്ചോട്ടെ. രൂപ ദാമുവിന്റെ ഒരൊറ്റ മോളായിരുന്നു. അവൾ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെയായിരുന്നു. കാലിലും കയ്യിലും എല്ലാം വലിയ വലിയ കുരുക്കളുണ്ടായിരുന്നു. കണ്ണിലും കുരു ഉണ്ടായിരുന്നു. കണ്ടാൽ ഭയാനകമായ രൂപമായിരുന്നു. ഗ്രാമത്തിലെ ആൾക്കാർക്കൊന്നും രൂപ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അവളെ മുറിയിലിട്ട് പൂട്ടി വെച്ചേക്കുകയാണ്. അവളെ പുറത്തു പോലും ഇറക്കാറില്ല. കുടുംബക്കാർക്കൊക്കെ രൂപയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ രൂപേനെ കണ്ടിട്ടില്ല. രമയും ദാമും സ്വന്തം മോളെ എല്ലാവരെ പോലെ തന്നെ ഒരു സാധാരണ കുട്ടിയായി വളർത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ രൂപയുടെ രൂപം മാറിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ, നരേന്ദ്രപൂരിൽ നിന്നും ഓടിപ്പോയ കാൽമുഖിനെ അന്വേഷിച്ച് നാട്ടിൽ പ്രചാരണം നടത്തിയിരുന്നു. മന്ത്രവാദിനി കാൽമുഖി ഓടിപ്പോയി. ഓഹോ, എല്ലാവരും കേട്ടുകൊള്ളിൻ. അവര് വളരെ അപകടം പിടിച്ച മന്ത്രവാദിനിയാണ്. ആരും അവർക്ക് അഭയം നൽകരുത്. കാൽമുഖിയെ സഹായിക്കുന്നവരെ ശിക്ഷിക്കുന്നതാണ്. ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ ഉൾപ്പെടെ എല്ലാവരും ആ വിലങ്ങ് കൊണ്ട് അവളെ തപ്പി നടക്കുകയായിരുന്നു. മുമ്പിലത്തെ പല്ലില്ലാത്ത കാരണം മന്ത്രങ്ങൾ നേരെ ചൊല്ലാൻ പോലും കഴിയില്ല. ശക്തികൾ പാതി പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ വേറൊരു കാട്ടിലോട്ട് സഞ്ചരിക്കുകയായിരുന്നു. ജാനകിയുടെ അസുഖം കൂടിക്കൂടി വന്നു. വൈദ്യര് പറഞ്ഞു ഇനി അധികം നാൾ ഉണ്ടാവില്ല എന്ന്. സൗമ്യ വീട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മുഖത്ത് വിഷമമായിരുന്നു. ഇത് കണ്ട് കവിതയ്ക്ക് നല്ല വിഷമം തോന്നി. ഞാൻ ചെയ്തതൊട്ട് ശരിയായില്ല. ഒരു കാര്യമില്ലാണ്ട് ചേച്ചിയുടെ ജീവിതം വെച്ചാ കളിച്ച് ചേച്ചി ജീവനോടെ ഉണ്ടോ എന്തോ. ഇപ്പുറത്താണെങ്കിൽ സൗമ്യ രൂപയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ആഹാരമൊക്കെ കൊടുത്ത് വീട്ടുവേലയൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഒരു രാത്രി അവരുടെ വീടിന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. അതാരാണ്? നമ്മുടെ വീട്ടുമുറ്റത്ത് എന്താ ചെയ്യുന്നത്? ബഹളമുണ്ടാക്കാതെ, ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. നിന്റെ മകളുടെ വികൃതമുള്ള രൂപം നല്ല രീതിയിലാക്കി തരാം. അവന്റെ മനസ്സിലുള്ള കാര്യം ആ സ്ത്രീ പറഞ്ഞപ്പോൾ അവന് വിശ്വാസമായി. ആ സ്ത്രീയെ വീടിന്റെ അകത്ത് കയറ്റി അവന്റെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു. എനിക്ക് വീട്ടിലിത്തിരി ആശ്രയം തരുമോ? നിന്റെ മകളുടെ ആത്മാവിനെ ഈ കുട്ടിയുടെ ദേഹത്താക്കി തരാൻ ഞാൻ. ശരി, നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ഈ പെൺകുട്ടി അനാഥയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്താ? ശരി, എനിക്ക് മന്ത്രം ചൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എഴുതി തരാം. നീ അതുപോലെ മന്ത്രം ചൊല്ലണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാമേ. നീ ആ മന്ത്രം വായിക്കേ. ഇങ്ങനെ പറഞ്ഞ് സൗമ്യനെയും രൂപേനെയും ആത്മവശം എന്ന രംഗോലിയിൽ കിടത്തി ദാമു അവിടെ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരുന്നു. കാൽമുഖി രൂപയുടെ നെറ്റിയിൽ ഒരു വര വരച്ച് അതിൽ നിന്നും ആത്മാവിനെ പുറത്തെടുത്തു. സൗമ്യയുടെ നെറ്റിയിലും വര വരച്ച് അതിന്റെ ആത്മാവും പുറത്തോട്ടെടുത്തു. സംഗ്രഹ ഊർഗാ ഫാൽഗുനി ആത്മപ്രവാസ് സ്വാഷ്ടം ഹീൽകം വിശ്രുതം. അമ്മ, അച്ഛാ, നല്ലതാ. എനിക്ക് സന്തോഷമായി. രൂപയെ അങ്ങനെ കണ്ടപ്പോൾ രമയ്ക്കും ദാമുനും ഭയങ്കര സന്തോഷമായി. ഇനി ഈ രൂപത്തിന് നമ്മളെന്തിനാ വെച്ചേക്കുന്നേ?
അതെ, ഇത് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിനെ പുറത്ത് കളഞ്ഞേച്ചാ. ഓ, അതൊന്നും വേണ്ട. എനിക്ക് എൻ്റെ പല്ല് തിരിച്ചു കിട്ടാൻ അമാവാസി രാത്രിയിൽ കുമ്മോലിക്കയ്ക്ക് ബലി കൊടുക്കേണ്ടതാണ് ഇവളെ. അടുത്ത അമാവാസിക്ക് ഞാൻ ഇവളെ ബലി കൊടുക്കും. അങ്ങനെ വികൃത രൂപമുള്ള സൗമ്യനെ ആ മുറിയിൽ പൂട്ടി തന്നെ ഇട്ടു. അപ്പുറത്ത് ജാനകിയുടെ മരണമായി. എല്ലാരും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോടും ഒന്നും പറയാൻ പറ്റാതെ കവിത ഉള്ളിന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാതിരാത്രിയായ സമയം ജാനകിയുടെ ആത്മാവ് ശവക്കല്ലറയിൽ പുറത്തു വന്നു. ഉറങ്ങിക്കിടന്ന മന്ത്രവാദിനിയായ കാക്കിനെ എഴുന്നേൽപ്പിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാക്കി, ഞാൻ ജാനകിയാണ്. എന്റെ മകൾ അപകടത്തിലാണ്, ഒന്ന് രക്ഷപ്പെടുത്താമോ? ജാനകി പറഞ്ഞതും മന്ത്രവാദിനിയായ കാക്കി എണീറ്റു. ജാനകി, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ നിന്റെ ജീവിതത്തിന്റെ ആയുസ് കുറഞ്ഞു പോകുന്നു, അന്നേ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ? കാക്കി, ഞാൻ മരിച്ചതിനല്ല എനിക്കിപ്പോ വിഷമം, പക്ഷെ എന്റെ മകൾ അപകടത്തിലാണ്. ഞാൻ മരിച്ചതോടെ എന്റെ ആത്മാവ് എന്റെ മകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷെ എന്റെ മകൾ ഒരു വിരൂപിയായിട്ടാണ് അവിടെ നടക്കുന്നത്. അവൾ അവളെ തന്നെ മറന്നിരിക്കുകയാണ്. എന്റെ മകൾ മരിച്ചു എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അവൾ ജീവനോടെ ഉണ്ട്. ഏതോ ഒരു താന്ത്രിക എന്റെ മകളെ അടുത്ത അമാവാസി രാത്രിയിൽ ബലി കൊടുക്കാൻ പോവുകയാണ്. രക്ഷപ്പെടുത്തൂ. കാക്കിയോട് അവൾ വിസ്തരിച്ചെല്ലാം പറഞ്ഞു. കാക്കി അവളുടെ മന്ത്രവടിയും കൊണ്ട് കോരാപ്പൂർ പോയി. ജാനകി കാണിച്ച വഴിയിലൂടെ പോയി ദാമുന്റെ വീടെത്തിയിട്ട് അവന്റെ വീടിനു ചുറ്റും ബേതാൾ രക്ഷയിട്ട്. ഞാനിവിടെ ബേതാളിന്റെ രക്ഷയിട്ടിട്ടുണ്ട്. അവിടെ അകത്തിരിക്കുന്ന താന്ത്രിക പുറത്തു പോയി രക്ഷപ്പെടാതിരിക്കാൻ. മന്ത്രവാദിനി കാക്കിനെ കണ്ട് കാൽമുഖി രക്ഷപ്പെടാൻ പുറത്തോട്ട് വന്നു. പക്ഷെ ബേതാൾ രക്ഷ കാരണം രക്ഷപ്പെടാൻ പറ്റിയില്ല. പറന്നവൾ താഴത്തോട്ട് വീണു. മന്ത്രവാദിനി കാക്കി പറഞ്ഞ പോലെ തന്നെ കാൽമുഖി സൗമ്യയുടെ ആത്മാവിനെ സൗമ്യയുടെ ശരീരത്തും രൂപയുടെ ആത്മാവിനെ രൂപയുടെ ശരീരത്തും വിട്ടു. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. നിന്നെ കൊല്ലണമെന്നായിരുന്നെങ്കിൽ അന്നേ എനിക്ക് കൊല്ലാമായിരുന്നല്ലോ കിളവി. ഞാൻ ഇന്ന് നിന്നെ ശരിയാക്കി തരും. അങ്ങനെ ബേതാളിന്റെ വിലങ്ങ് തന്നെ ഉപയോഗിച്ച് അവളെ അമ്പലത്തിന്റെ വിജനമായ ഗുഹയിൽ തന്നെ കൊണ്ടിട്ടു. സൗമ്യനെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. സൗമ്യനെ എല്ലാരും കണ്ടപ്പോ സന്തോഷമായി. കവിത ചെയ്ത തെറ്റ് സമ്മതിക്കുകയും ചെയ്തു. നടന്നതെല്ലാം പറഞ്ഞു. എന്നോട് പൊറുക്കണേ ചേച്ചി, ഞാൻ കാരണം അമ്മയും മരിച്ചു. നിന്റെ അമ്മയുടെ മരണത്തിന് കാരണം നീയല്ല കവിത. ഞാനും നിന്റെ അമ്മയും അയൽപക്കക്കാരായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരികളുമായിരുന്നു. എനിക്ക് നിന്റെ അമ്മേനെ ചെറുപ്പകാലം തൊട്ട് അറിയാം. 12 വർഷങ്ങൾക്ക് മുൻപ് സൗമ്യനെയും കൊണ്ട് ജാനകി പുഷ്കർ സ്നാനം ചെയ്യാൻ മൗവയില് വന്നിരുന്നു. വിഷമത്തോടെ അവൾ പറഞ്ഞു, ഇതുവരെ അവൾക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ അവളുടെ ജാതകം നന്നായി നോക്കി. ഞാൻ അവളോട് പറഞ്ഞിരുന്നു, അവൾക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവൾക്കിനി 12 വർഷത്തേക്കും കൂടെ ജീവിക്കാൻ പറ്റുള്ളെന്ന്. അതുകൊണ്ട് കുട്ടികൾ വേണ്ട എന്ന്. കുഞ്ഞില്ലാണ്ട് 100 വർഷം ജീവിച്ചിട്ട് എന്തിനാണ് കാക്കി? കുഞ്ഞുണ്ടായിട്ട് 1 വർഷം ജീവിച്ചാൽ തന്നെ ധാരാളമല്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ എന്നെ കൊണ്ട് ഒരു മാമ്പഴത്തിൽ ഭ്രൂണമന്ത്രം ചൊല്ലിപ്പിച്ച് ആ ജപിച്ച മന്ത്രമുള്ള മാങ്ങ കഴിക്കുകയും ചെയ്തു. ഇനി നീ ഗർഭിണിയാകും. അതുകൊണ്ട് ആരെങ്കിലും നിനക്ക് വേണ്ടി ഒരു നേരം ആഹാരം കഴിക്കുകയും ഞാൻ പറയുന്ന മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുകയും വേണം. അതുകൂടാണ്ട് തുളസി പൂജ ചെയ്യുകയും വേണം. ഇത് ചെയ്യേണ്ടത് ഒരു കന്യകയായിരിക്കണം. ഞാൻ ചെയ്യാം കാക്കി. ഞാൻ മരിച്ചുപോയാൽ എന്താ? എന്റെ മോളെ പൊന്നുപോലെ നോക്കാൻ അമ്മയുടെ സ്ഥാനത്ത് ഊർമിളയുണ്ടല്ലോ. പിന്നെ എന്റെ മോൾക്ക് ചേച്ചിയുടെ രൂപത്തിൽ സൗമ്യമുണ്ടല്ലോ. അങ്ങനെ അവളുടെ ത്യാഗം മൂലമാണ് കവിത നീ ഈ ഭൂമിയിൽ ജനിച്ചത്. കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോയി ബലി കൊടുത്ത് ശക്തികൾ നേടുകയായിരുന്നു കാൽമുഖി. അതുകൊണ്ടാണ് ഞാൻ അവളെ വിലങ്ങ് വെച്ച് പൂട്ടിയിട്ടത്. അതിനെയാണ് നീ മുക്തിയാക്കിയത്. ഇനി മുതല് ഇവൾ മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല. അതുകൊണ്ട് ഇവളുടെ പല്ലുകൾ പൊട്ടിക്കൂ. ഇവളെങ്ങാനാ മരിച്ചു പോയാൽ ഇവളൊരു ദുഷ്ടപ്രേതാത്മാവായി ഈ ഗ്രാമത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അത് നിങ്ങൾക്ക് ആപത്താണ്. അതുകൊണ്ട് ഇവളെ കൊല്ലാതെ നമുക്ക് പൂട്ടിയിടുകയാണ് വേണ്ടത്. ഇവൾ മരിക്കുന്നത് വരെ ഇവളെ ഇങ്ങനെ പൂട്ടി തന്നെ ഇടണം. മരണം വരെ ഇവൾക്ക് ആഹാരവും നിങ്ങൾ കൊടുക്കണം.
ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സൗമ്യ അന്തം വിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ കാരണം ചേച്ചിയുടെ ഓർമ്മകളൊക്കെ പോയി. ആ കാൽമുഖി തന്ന അർക്കപ്പൂ എണ്ണയിലിട്ട് ചേച്ചിയുടെ തലയിൽ തേച്ച് കുളിച്ചപ്പോഴാണ് ഓർമ്മ പോയത്. അർക്കപ്പൂ വെച്ച് ഓർമ്മകൾ പോയെങ്കിൽ എന്താ, വാട്ടർ ലില്ലി വെച്ച് തിരിച്ചു വരുത്താൻ പറ്റും. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം വാട്ടർ ലില്ലി കിട്ടണമെങ്കിൽ നദിയുടെ 150 മീറ്റർ താഴെ പോയി എടുക്കേണ്ടി വരും. അത്രയും ദൂരം താഴെ പോയി ആ വാട്ടർ ലില്ലി എടുക്കാൻ ശക്തിയുള്ള ഒരു കാക്കിക്ക് പോലും പറ്റത്തില്ല. ഞാൻ പോകും കാക്കി. കവിത, നിനക്ക് പോകാൻ പറ്റില്ല. നിനക്ക് വെള്ളശാപം ഉള്ളതാണ്. ചേച്ചിക്ക് വേണ്ടി ജീവിതം കളയരുത്. അവളൊന്നും കേൾക്കാതെ നദിയിലോട്ട് ചാടി. അവൾ നദിയുടെ അകത്തോട്ട് പോവുകയായിരുന്നു. കാൽമുഖി കൊടുത്ത മോതിരം ഉപയോഗിച്ച് അവൾക്ക് കുറെ നേരം വെള്ളത്തിലിരിക്കാൻ പറ്റുമായിരുന്നു. വെള്ളത്തിന്റെ അടിയിൽ കല്ലുകളുടെ ഇടയ്ക്ക് പൂക്കൾ പറിക്കുന്നതിന്റെ ഇടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് മോതിരം താഴത്തോട്ട് പോയി. അവളുടെ ശ്വാസം പിടച്ച് അവൾ ചാവാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും ജാനകിയുടെ പ്രേതം അവിടെ വന്ന് രക്ഷസിന്റെ ഒരു കൊമള ഉണ്ടാക്കി കവിതേനെ നദിയുടെ അടുത്ത് വിടുകയും ചെയ്തു. കവിത കണ്ണു തുറന്നു നോക്കിയപ്പോൾ നദിയുടെ അടുത്തായിരുന്നു. അവളുടെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നില്ല. അവൾക്കതൊന്നും മനസ്സിലായില്ല. വീട്ടിൽ ചെന്ന് കാക്കിക്ക് വാട്ടർ ലില്ലി പൂ കൊടുത്ത് കാക്കി അതിനെ എണ്ണയാക്കി തലയിൽ ഇട്ടുകൊടുത്തു സൗമ്യയുടെ. അപ്പോൾ തന്നെ അവൾക്കെല്ലാം ഓർമ്മയും വന്നു. എല്ലാവർക്കും സന്തോഷമായി. സൗമ്യയുടെ മരണവാർത്ത കേട്ട് അഹം സുന്ദർ ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സൗമ്യനെ കണ്ടപ്പോൾ അവൻ ശരിയായി. സൗമ്യയുടെയും അഹം സുന്ദറിനെ കല്യാണം കഴിഞ്ഞ് ജാനകിയുടെ ആത്മാവിന് സന്തോഷമായി.